അമേരിക്ക പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള വിവരം കൂടി വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെങ്കിൽ പോലും അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അമേരിക്കയ്ക്ക് സ്വന്തം വിമാനങ്ങൾ പോലും സ്ഫോടനത്തിലൂടെ തകർക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. കാരണം അത്രത്തോളം വലിയ പ്രതിരോധമാണ്, അത്രത്തോളം വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ദൗത്യത്തിനിടെ ഉണ്ടായത് എന്നുള്ളതാണ്. 2 MC-130J ഒപ്പം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ കുടുങ്ങിപ്പോയതിനെ തുടർന്ന് അവ സ്ഫോടനത്തിലൂടെ നശിപ്പിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇറാനിൽ നിന്ന് പിൻവാങ്ങുന്നതിനിടെ ഈ വിമാനങ്ങൾ ഉപേക്ഷിക്കാൻ സൈന്യം നിർബന്ധിതരായതായി വാൾ സ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്യുന്നു. ദൗത്യത്തിനായി മാരകമായ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങൾ അമേരിക്ക അയച്ചിരുന്നുവെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ശത്രു രാജ്യത്ത് വെച്ച് US യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുന്നത്. നേരത്തെ 2003 ചരിത്രം നമ്മൾ ഓർത്താൽ ഇറാഖ് മിസൈൽ ആക്രമണത്തിൽ US-ന്റെ A-10 തണ്ടർബോൾട്ട് വിമാനം തകർന്ന പശ്ചാത്തലമാണ്. അതിനുശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്ത് വെച്ച് ഇത്തരമൊരു വലിയ നഷ്ടം ഇറാൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഒന്നല്ല. ഇപ്പോൾ തന്നെ വലിയ എതിർപ്പ് അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. ട്രംപ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ കൂടി വരുമ്പോൾ അത് മറ്റു തലത്തിലേക്ക് അമേരിക്കൻ ജനത എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, ഈ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായാണ്. പലപ്പോഴും കോടിക്കണക്കിന് രൂപ വിലയുള്ള വിമാനങ്ങൾ തകർക്കേണ്ടി വരിക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് മറക്കാവുന്ന ഒന്നല്ല. രഞ്ജിത്ത്, നമ്മൾ മുൻപ് പലതവണ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഇറാനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. ആദ്യം ഒന്നും ആലോചിക്കാതെ ഒരു എടുത്തുചാട്ടം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു പ്ലാനുമില്ലാതെ ഒരു ഗതിയില്ലാത്ത രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻ നീക്കങ്ങളൊക്കെ അനുസരിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ തന്ത്രപ്രധാനമായ എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ നടത്തി ഒരു ഡീലിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുക, ഇതെല്ലാമാണ് നമ്മൾ ഇതിനിടയ്ക്ക്, അതായത് ഒരു ഇറാഖ് യുദ്ധത്തിന് ശേഷം പിന്നീട് ഇത്തരം ആക്രമണങ്ങളാണ് നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. അതിന് പല ഉദാഹരണങ്ങളടക്കമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം കാണാനാകാതെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപേ ഉണ്ടായ ആക്രമണത്തിൽ ഒരു F-15E വിമാനം, അതുപോലെ തന്നെ ഒരു A-10 വാർത്തോഗ് വിമാനം, ഇത് രണ്ടും തന്നെ അമേരിക്കയുടെ ബില്യൺ കണക്കിന് ഡോളറുകൾ വിലയുള്ള വിമാനമാണ്. മാത്രമല്ല അതിന് പുറമെയാണ് അമേരിക്ക സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് കളഞ്ഞ MC-130J എന്ന് പറയുന്ന വിമാനം. ഇത് അമേരിക്കയുടെ ഓരോ വിമാനങ്ങളിലും ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ഫെസിലിറ്റി ഉണ്ട്. അതായത് ശത്രുക്കളുടെ കയ്യിൽ ഈ വിമാനം അല്ലെങ്കിൽ ഈ സംവിധാനം പെടും എന്നുള്ള അവസ്ഥ എത്തിയാൽ ഇതിനെ ഒരു സെൽഫ് ഡിസ്ട്രക്ഷനിലൂടെ, സ്ഫോടനത്തിലൂടെ നശിപ്പിക്കുക. പല സ്പേസ് മിഷനുകളിലും ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പണ്ട് മുതൽ തന്നെ. അതായത് ഈ സ്പേസ് എയർക്രാഫ്റ്റ് ജനവാസ മേഖലകളിലേക്ക് വീഴും എന്നുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയുക. ഈ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെയും അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബില്യൺ കണക്കിന് തുകയുടെ വിമാനങ്ങൾ അത് ഇറാന്റെ ആക്രമണത്തിൽ തന്നെ നശിച്ചു. അതുപോലെ അമേരിക്ക സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് കളഞ്ഞ ഈ വിമാനങ്ങൾ, അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ മണി വെച്ച് ഒരു മാസത്തെ അമേരിക്കയുടെ യുദ്ധ ചെലവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ $1 ബില്യൺ. തിരിച്ചു വരാം അജയ്, തുടരുക. ഏതായാലും ആ ഒരു ഓഡിയോ പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെ ഈ വിജയത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ പരിഹസിച്ചു. പേരുകളൊക്കെ വ്യത്യസ്തമായ പേരുകളാണ്. തകർന്നു കിടക്കുന്ന വിമാനങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിഹാസം ഈ സ്പീക്കറുടെ ഭാഗത്തുണ്ടായത്. ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. ശത്രുവിൻ്റെ കയ്യിൽ ആധുനിക യുദ്ധവിമാനങ്ങൾ എത്താതിരിക്കാനാണ് തങ്ങൾ അവ നശിപ്പിച്ചതെന്ന വാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. കാരണം ഇസ്ഫഹാനിൽ അമേരിക്കൻ പൈലറ്റിനെ രക്ഷിക്കാനുള്ള നീക്കത്തിനിടെ C-130 ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ തകർത്തായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. അതിനോടൊപ്പമാണ് സ്പീക്കറുടെ ഈ പരിഹാസം കൂടി വരുന്നത്. നേരത്തെ അമേരിക്ക പറഞ്ഞത് തങ്ങൾ തന്നെ തകർക്കുകയായിരുന്നു ഈ വിമാനങ്ങൾ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് ഇതുൾപ്പെടെ 12ഓളം വിവിധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും അധിനിവേശക്കാർക്ക് മറുപടി നൽകാൻ സജ്ജമാണ് എന്നുമാണ് ഇറാന്റെ സൈനിക വക്താവ് അടക്കം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായത്. ഒപ്പം കൂടുതൽ US വിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതിൻ്റെ കണക്കുകൾ അമേരിക്ക കൃത്യമായി പുറത്തുവിടുന്നില്ല എന്നും
ഇറാൻ അവകാശപ്പെടുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധ സൈനിക വിഭാഗങ്ങളുടെ സംയുക്തമായ നീക്കത്തോടെയാണ് ശത്രു വിമാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായ കണക്കനുസരിച്ച്, അമേരിക്കയെ സംബന്ധിച്ച കണക്കനുസരിച്ച് 7ഓളം യുദ്ധവിമാനങ്ങൾ ഇതിനകം അമേരിക്കയുടെ തകർക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. അതിനൊപ്പമാണ് ഈ കൂടുതൽ വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ള കണക്കുമായി ഇറാനും വരുന്നത്. പാകിസ്ഥാനെതിരെ ഇറാൻ രംഗത്ത് വരുന്ന പശ്ചാത്തലവും പ്രധാനമാണ്. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാൻ തന്നെ സ്വന്തമായി അവകാശപ്പെടുകയായിരുന്നു തങ്ങൾ ഇറാനുമായി മറ്റും ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇസ്ലാമാബാദിൽ നിഷ്പക്ഷമായ വേദി ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കാം എന്നും മറ്റും. പക്ഷേ ഇത് പൂർണ്ണമായും ഇറാൻ തള്ളിക്കളയുകയാണ്. ഇസ്ലാമാബാദ് സൗകര്യമൊരുക്കുന്നുവെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കിം ഇലാഹി പറയുന്നത്. ആഗോള എണ്ണവിലയെ സ്വാധീനിക്കാനാണ് ഇത്തരം അവകാശവാദങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന അതാണെന്നും അദ്ദേഹം NIAക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്. ചർച്ചകളിലോ നയതന്ത്ര നീക്കങ്ങളിലോ പാകിസ്ഥാൻ ഗൗരവം കാണിക്കുന്നില്ല. മുൻ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ അനുശോചന ചടങ്ങിൽ പങ്കെടുക്കാൻ പട്നയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണമുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും സമാധാന ശ്രമങ്ങളിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ ഈ അവകാശവാദങ്ങളൊക്കെ എണ്ണ വിപണിയെ സ്വാധീനിക്കാനുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ, ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാൻ വഴി ചർച്ചകൾ നടക്കുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി നിർണായകമായ ഒന്നായി മാറുകയാണ്. ഒപ്പം ഇന്ത്യയെ പ്രകീർത്തിക്കാനും ഇറാന്റെ പ്രതിനിധി മറക്കുന്നില്ല. മറ്റു വാർത്ത, ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധക്കാർക്ക് US ആയുധങ്ങൾ നൽകി സഹായിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന ട്രംപിൻ്റെ വെളിപ്പെടുത്തലാണ്. നമുക്കറിയാം, ഇറാനിൽ വലിയ പ്രതിഷേധം ആഭ്യന്തരമായി സംഭവിച്ചിരുന്നു. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നും മറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുണ്ടായത്. ഇവരെ ഫോക്സ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത് ഇവർക്ക് ആയുധങ്ങൾ അമേരിക്ക നൽകി എന്നുള്ളതാണ്. അത് പുതിയൊരു അവകാശവാദമാണ്. ഒപ്പം ഈ ആയുധങ്ങൾ പക്ഷേ അവിടെയുള്ള കുർദിഷ് ഗ്രൂപ്പുകൾ കൈക്കലാക്കി എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, ഇത് ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധക്കാരുമായി ബന്ധപ്പെട്ട് നേരത്തെ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുൻപ് തന്നെ ട്രംപിൻ്റെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കണം, ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് ആയുധങ്ങൾ കൂടി നൽകിയെന്ന് ട്രംപ് പറയുന്നത്. ഇറാനിലെ ഈ പ്രതിഷേധങ്ങൾ ലക്ഷ്യമാക്കിയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കം അത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു. അതായത് ട്രംപും പിന്നെ അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം രണ്ടുപേരും എടുത്തെടുത്ത് പറഞ്ഞിരുന്നത് ഇറാനിലുള്ള ഭരണം അത് ഇനി ജനങ്ങളുടെ കയ്യിലാണ്, ജനങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കണം, വലിയൊരു വിപ്ലവത്തിലൂടെ ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയുള്ള ഒരു ഭരണകൂടം, അതായത് ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഭരണകൂടം എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് തന്നെയായിരുന്നു. അതായത് ഇവരുടെ നേതൃത്വത്തിലുള്ള അടിച്ചമർത്തലുകൾ അത് ഇപ്പോൾ പുറത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തിനകത്തുള്ള കലാപകാരികളെ നേരിടുന്നതിലും അവർ ഒരേപോലെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതായത് അവിടെയുള്ള സൈനിക നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിരന്തരം പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതായത് പ്രതിഷേധക്കാരെ ഈ ശത്രുക്കൾക്ക് സമാനമായി